ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. നെയ്മർ ജൂനിയർ കളിക്കളത്തിലേക്ക് തിരിച്ചെത്തിയത് ആരാധകർക്ക് സന്തോഷം നൽകുന്ന കാര്യമാണ്. ഇന്നത്തെ മത്സരത്തിൽ പകരക്കാരനായിക്കൊണ്ട് 45 മിനിറ്റ് നെയ്മർ കളിച്ചു, നല്ല രൂപത്തിൽ കളിച്ചു. ഒരു അസിസ്റ്റ് സ്വന്തമാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ഒരു കണക്ക് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതായത് കരിയറിൽ ആകെ 258 അസിസ്റ്റുകൾ പൂർത്തിയാക്കാൻ നെയ്മർക്ക് ഇപ്പോൾ സാധിച്ചിട്ടുണ്ട്. 21-ാം നൂറ്റാണ്ടിൽ ഏറ്റവും കൂടുതൽ അസിസ്റ്റുകൾ സ്വന്തമാക്കുന്ന ഏഴാമത്തെ താരം അതിപ്പോൾ നെയ്മർ ജൂനിയർ ആണ്. 258 അസിസ്റ്റുകളാണ് അദ്ദേഹം സ്വന്തമാക്കിയിട്ടുള്ളത്. തോമസ് മുള്ളറെ മറികടക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. മുള്ളർ 256 അസിസ്റ്റുകളാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. നെയ്മർ ഇപ്പോൾ ഏഴാം സ്ഥാനത്തേക്ക് കയറി വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി നെയ്മറുടെ മുന്നിലുള്ള ലക്ഷ്യം അത് പോർച്ചുഗീസ് സൂപ്പർ താരമായ ക്രിസ്ത്യാനോ റൊണാൾഡോയാണ്. ക്രിസ്ത്യാനോ റൊണാൾഡോ തൻ്റെ കരിയറിൽ ആകെ 260 അസിസ്റ്റുകളാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. 21-ാം നൂറ്റാണ്ടിലെ കണക്കുകളാണ് ഇത്. അതായത് 3 അസിസ്റ്റുകൾ കൂടി നേടിക്കഴിഞ്ഞാൽ ക്രിസ്ത്യാനോ റൊണാൾഡോയെ മറികടക്കാൻ നെയ്മർ ജൂനിയർക്ക് കഴിയും എന്നുള്ളതാണ്. 21-ാം നൂറ്റാണ്ടിൽ ഏറ്റവും കൂടുതൽ അസിസ്റ്റ് നേടിയ താരം അത് സാക്ഷാൽ ലയണൽ മെസ്സിയാണ്. 407 അസിസ്റ്റുകൾ അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട്. രണ്ടാം സ്ഥാനത്ത് ഡുസാൻ ടാഡിച്ച് വരുന്നു. 311 അസിസ്റ്റുകൾ അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട്. മൂന്നാം സ്ഥാനത്ത് കെവിൻ ഡിബ്രൂയിന 296 അസിസ്റ്റുകൾ. നാലാം സ്ഥാനത്ത് ലൂയിസ് സുവാരസ് 293 അസിസ്റ്റുകൾ. അഞ്ചാം സ്ഥാനത്ത് ഏഞ്ചൽ ഡി മരിയ 284 അസിസ്റ്റുകൾ. ആറാം സ്ഥാനത്ത് ക്രിസ്ത്യാനോ 260. ഏഴാം സ്ഥാനത്ത് നെയ്മർ ജൂനിയർ 258. തോമസ് മുള്ളർ എട്ടാം സ്ഥാനത്ത് 256 എന്നിങ്ങനെയാണ് കണക്കുകൾ വരുന്നത്. ക്രിസ്ത്യാനോ റൊണാൾഡോയെ മറികടക്കുക എന്ന ഒരു ലക്ഷ്യമാണ് ഇനി നെയ്മറുടെ മുന്നിലുള്ളത്. ഇവിടെ എടുത്തു പറയേണ്ട കാര്യം, ഈ താരങ്ങളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ പൊതുവെ മത്സരം കുറച്ച് കളിച്ച താരമാണ് നെയ്മർ ജൂനിയർ. അങ്ങനെ കുറച്ച് മത്സരങ്ങളിൽ നിന്നാണ് ഇത്രയധികം അസിസ്റ്റുകൾ അദ്ദേഹത്തിന് സ്വന്തമാക്കാൻ കഴിഞ്ഞത് എന്നുകൂടി എടുത്തു പറയേണ്ട കാര്യമാണ്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.